Namaste friends, welcome to Nalina Pudwal Kanpur YouTube channel. ഇതാണ് ചന്ദ്രോദയ മന്ദിരം. ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ക്ഷേത്രമാണിത്. ഏകദേശം 700 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാവുമിത്. ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി കുറച്ചു സമയം ഭക്തരുടെ കൂടെ നിന്നു. ഹരേ രാമ ഹരേ രാമ നാമം ജപിച്ചിരുന്നു. ഇത് ചന്ദ്രോദയ മന്ദിരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. നിർമ്മാണം പൂർത്തിയായാൽ ഇതാകും ക്ഷേത്രത്തിന്റെ പൂർണ്ണ രൂപം. പിന്നീട് ഞങ്ങൾ ചാർധാമിലോട്ട് പോയി. 4 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. ശിവധാം, രാധാകൃഷ്ണധാം, ശനിധാം, വൈഷ്ണോധാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഭഗവാൻ ശിവന്റെ വലിയ ശില്പം നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ്. കൂടാതെ മറ്റു വിശിഷ്ട ശില്പങ്ങളും അവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ ശിവധാമിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. ഭഗവാൻ ശിവന്റെ വളരെ മനോഹരമായ ശില്പങ്ങൾ ചുമരിൽ പണിത് വെച്ചിരിക്കുന്നത് കാണാം. ശിവനും പാർവതിയും തൻ്റെ കുടുംബവും അടങ്ങുന്ന ഒരു വലിയ പ്രതിഷ്ഠയും ഇവിടെ കാണാം. എന്ത് മനോഹരമായ കാഴ്ചയാണിത്! പിന്നീട് രാധാകൃഷ്ണധാം സന്ദർശിച്ചു. കൃഷ്ണന്റെ മനോഹരമായ ശില്പങ്ങളും രാധാകൃഷ്ണന്റെ വലിയൊരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ശനിധാം സന്ദർശിച്ചു. ശനിദേവനെ ആരാധിക്കുന്ന പ്രത്യേക ക്ഷേത്രമാണിത്. ഇവിടെ വലിയ ശനിദേവന്റെ വിഗ്രഹമുണ്ട്. ശനിദോഷം നീക്കാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നീട് വൈഷ്ണോധാം പ്രവേശിച്ചു. ഇവിടെ മാതാ വൈഷ്ണോദേവിയുടെ വലിയ വിഗ്രഹം കാണാം. മാതയുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്രം മുഴുവനും ചുറ്റിക്കണ്ടു. മാതയുടെ സാന്നിധ്യത്തിൽ എല്ലാം കണ്ട് നടന്നപ്പോൾ മനസ്സിനും ശരീരത്തിനും നല്ല സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടു. വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.